നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃത്താല മണ്ഡലത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റാനും പാതയിലെ കുഴികൾ അടയ്ക്കാനും മന്ത്രി എം.പി. രാജേഷ് വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ എവിടെയും ആശങ്ക ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ഭാരതപ്പുഴയിലെ ജലനിരപ്പ് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ആവശ്യമാണെന്നും മന്ത്രി എം.പി. രാജേഷ്. പട്ടാമ്പി ടൌണിലെ അനധികൃത പാർക്കിംഗുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നഗരസഭ അധികൃതർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. ഗതാഗതത്തിന് തടസ്സമായ പാതയിലെ കുഴികൾ ഉടൻ തന്നെ അടയ്ക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നഗരസഭാ അധികൃതരുടെ നിർദ്ദേശം. കുന്നംകുളം പാറയംപാടത്ത് ടോറസ് കയറി ഇറങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കുന്നംകുളം കൊങ്ങണൂർ സ്വദേശി 38 വയസ്സുള്ള ഷഫീഖ്. അപകടം നടന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ. അപകടത്തിനുശേഷം നിർത്താതെ പോയ ടോറസ് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിലെ തൃശൂർ ആമ്പല്ലൂർ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് പാലക്കാട് ആലത്തൂർ സ്വദേശി 25 വയസ്സുള്ള നൌഫൽ. കേരളത്തിലെ എൻഡിഎ മുന്നേറ്റം വിലയിരുത്തി തൃശൂരിൽ എൻഡിഎ നേതൃയോഗം. കേരളത്തിൽ എൽഡിഎഫും യുഡിഎഫിനെയും പോലെ എൻഡിഎയും മറ്റൊരു മുന്നണിയായി മാറിയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഉപതെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്തതായും ഉപതെരഞ്ഞെടുപ്പിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചതായും കെ സുരേന്ദ്രൻ. ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയനപ്രദക്ഷിണവുമായി ബിജെപി പ്രവർത്തകർ. പ്രതിഷേധം സംഘടിപ്പിച്ചത് ബിജെപി ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. റോഡുകളുടെ ദുരവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ എംഎൽഎയെ റോഡിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടേണ്ട സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ബിജെപി ജില്ലാ സെൽ കോർഡിനേറ്റർ എം.പി. സതീഷ് കുമാർ. പാലക്കാട് റെയിൽവേ ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിനെതിരെ കേരളത്തിലെ ജനങ്ങളെയും ജനപ്രതിനിധികളെയും അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. വിഭജനം കേന്ദ്രമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുമ്പോഴും സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ മംഗലാപുരം ഡിവിഷനായുള്ള നീക്കം നടക്കുന്നതായും വി.കെ. ശ്രീകണ്ഠൻ. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയിലും കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്നും വി.കെ. ശ്രീകണ്ഠൻ എം.പി. പാലക്കാട്ട് പറഞ്ഞു. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. നിയമനം തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന വി.ആർ. കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിൽ പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും അർജുൻ പാണ്ഡ്യൻ IAS. ബീഫിനി കഴുത്തറപ്പൻ വില. ബീഫ് വില കുത്തനെ കൂടും. ജൂലൈ 20 മുതൽ വില വർധന നടപ്പിലാക്കാൻ മീറ്റ് ആൻഡ് കാറ്റിൽ മർച്ചന്റ്സ് അസോസിയേഷൻ തീരുമാനം. 60 കന്നുകാലികളുടെ ക്ഷാമമാണ് വില വർധനവിന് ഇടയാക്കിയതെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KH കമാലുദ്ദീൻ. ജൂലൈ 20 മുതൽ പോത്തിറച്ചി മാത്രം വേണ്ടവർക്ക് 400 രൂപയിലധികം കൊടുക്കേണ്ടിവരും. വാർത്തകൾ വിശദമായി. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട തൃത്താല മണ്ഡലത്തിൽ എവിടെയും ആശങ്ക ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞു. തൃത്താല മണ്ഡലത്തിലെ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിനായി മന്ത്രി എം.പി. രാജേഷ് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പ്രസിഡന്റുമാർ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം ജാഗ്രത വേണമെന്നും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി ഉണ്ടാകണമെന്നും പാതയിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കാൻ നടപടി ഉണ്ടാകണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തൃത്താല മണ്ഡലത്തിലെ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് വെള്ളിയാഴ്ച കൂറ്റനാട്ടെ നാഗൽശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ മന്ത്രി എം.പി. രാജേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഓരോ പഞ്ചായത്തിലെയും സ്ഥിതിഗതികൾ അതത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ യോഗത്തിൽ അറിയിച്ചു. അതേസമയം പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് തൃത്താല മണ്ഡലത്തിൽ നിലവിൽ ആശങ്ക ഉളവാക്കുന്ന സ്ഥിതിവിശേഷമില്ലെന്ന് പ്രസിഡന്റുമാർ അറിയിച്ചു. ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ ധരിപ്പിച്ചു. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ കാലതാമസം ഉണ്ടാകരുതെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടി സ്വീകരിക്കണമെന്നും അപകടമുണ്ടാക്കുന്ന പാതയിലെ കുഴികൾ ഉടൻ അടയ്ക്കാൻ വേണ്ട നടപടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ ഒരു അലംഭാവമുണ്ടാവാൻ പാടില്ല. തലക്കശ്ശേരി മല എന്നീ പ്രദേശങ്ങളിലെ അപകട ഭീഷണി ഉയർത്തുന്ന ബസ് സ്റ്റോപ്പുകൾ ഉടൻ പൊളിച്ചു നീക്കാൻ മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. PWD സ്ഥലത്തെ അഴുക്കുചാലുകളും പഞ്ചായത്ത് റോഡിലെ അഴുക്കുചാലുകളും അതത് സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ ശുചിയാക്കാനും യോഗത്തിൽ നിർദ്ദേശം നൽകി. മാലിന്യം തള്ളുന്ന വാഹനങ്ങളെ പിടികൂടാൻ മടിക്കുന്ന തൃത്താല ചാലശ്ശേരി പോലീസുകാരെ മന്ത്രി രൂക്ഷമായി വിമർശിച്ചു. ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും ഇക്കാര്യത്തിൽ പോലീസ് വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതിനെതിരെയാണ് മന്ത്രിയുടെ രൂക്ഷ വിമർശനമുണ്ടായത്. അതേസമയം ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാമെന്ന് പോലീസും മറുപടി അറിയിച്ചു. ഭാരതപ്പുഴയിലെ ജലനിരപ്പ് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്നും എവിടെയും വീടുകളിലേക്ക് വെള്ളം കയറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ തൃത്താല മണ്ഡലത്തിൽ എവിടെയും
ആശങ്ക ഉളവാക്കുന്ന സ്ഥിതിവിശേഷമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അറിയിച്ചതായി യോഗ തീരുമാനങ്ങൾക്ക് ശേഷം മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഈ യോഗത്തിൽ വിലയിരുത്തിയത് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പറഞ്ഞത് എവിടെയും ആശങ്ക ഉളവാക്കുന്ന ഒരു സാഹചര്യമില്ല എന്നതാണ്. വെള്ളം കയറുന്ന സ്ഥിതി എവിടെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് വിലയിരുത്തിയിട്ടുള്ളത്. എങ്കിലും അതിയായ ജാഗ്രത പുലർത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ ജലനിരപ്പൊക്കെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. ആ കാര്യങ്ങളിലൊന്നും ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇന്ന് പ്രധാനമായും തീരുമാനിച്ചിട്ടുള്ളത് ഈ അപകടകരമായ നിലയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ടുള്ള അനുമതിയുടെ ആവശ്യപ്പെട്ടിരിക്കുന്നില്ല. ട്രീ കമ്മിറ്റികൾ എല്ലാ പഞ്ചായത്തിലുണ്ട്. യോഗത്തിൽ മന്ത്രിക്ക് പുറമെ ഡെപ്യൂട്ടി കളക്ടർ ജയകുമാർ, താലൂക്ക് തഹസിൽദാർ ബിന്ദു, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. കുന്നംകുളം പാറയമ്പാടത്ത് ടോറസ് കയറിയിറങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. കുന്നംകുളം കൊങ്ങണൂർ സ്വദേശി 38 വയസ്സുള്ള ഷഫീഖാണ് മരിച്ചത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ബൈക്ക് യാത്രികനെ ഇടിച്ച് ശരീരത്തിലൂടെ കയറിയിറങ്ങിയ ശേഷം നിർത്താതെ പോകുകയായിരുന്നു. അപകടം നടന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ. ടോറസ് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ NDA നേതൃയോഗം നടന്നു. കേരളത്തിലെ NDAയുടെ മുന്നേറ്റം സംസ്ഥാന നേതൃയോഗം വിലയിരുത്തിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേരളത്തിൽ LDFും UDFനെയും പോലെ NDAയും മറ്റൊരു മുന്നണിയായി മാറിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്തതായും ഉപതെരഞ്ഞെടുപ്പുകൾക്കായി പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചതായും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. തൃശൂരിലെ നേതൃയോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന നേതൃയോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ശരിയായി വിലയിരുത്തി വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്നു. ഒരു വിശ്വാസയോഗ്യമായ മൂന്നാം ബദൽ സംസ്ഥാനത്ത് ഉയർന്നു വന്നിരിക്കുകയാണെന്നും LDFും UDFും മാത്രമല്ല കേരളത്തിൽ ജനവിശ്വാസം നേടി NDA മുന്നോട്ട് വന്നിരിക്കുന്നുവെന്നുമാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. ഈ മുന്നേറ്റം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലുമെല്ലാം വലിയ മാറ്റത്തിനുള്ള ചവിട്ടുപടിയായി മാറുമെന്നും യോഗം വിലയിരുത്തി. NDAയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാനുള്ള നിരവധി കാര്യപദ്ധതികൾ ആസൂത്രണം ചെയ്തു. NDA വിപുലീകരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രചാരണങ്ങൾ യോഗം ആസൂത്രണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയനപ്രദക്ഷിണം ചെയ്ത് BJP പ്രവർത്തകർ. കുളപ്പുള്ളി മുതൽ ഷൊർണൂർ വരെയും ഷൊർണൂർ മുതൽ കൊച്ചിൻ പാലം വരെയുമുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയുടൻ പരിഹരിച്ചില്ലെങ്കിൽ സ്ഥലം MLAയെ വഴിയിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടുമെന്ന് മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച രാവിലെ ഷൊർണൂർ ടൗണിൽ നിന്നും പ്രതിഷേധ പ്രകടനത്തോടെയാണ് ജനകീയ പ്രതിഷേധം ആരംഭിച്ചത്. നഗരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം SMB ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ദുരവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ MLAയെ റോഡിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടേണ്ട സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഷൊർണൂരുകാരോട് നെറിയേട് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ വന്ന് ഉദ്ഘാടനം നടത്തി തിരിച്ചു പോകുന്നു. MLA ഒന്ന് മനസ്സിലായിക്കോളൂ. ഇനി വരും ദിവസങ്ങളിലും അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ MLA നിങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി ഇവിടെ കെട്ടിടേണ്ട ഒരു സ്ഥിതിവിശേഷം ഷൊർണൂരിൽ ഉണ്ടാകും. അത് തർക്കമില്ല. ഷൊർണൂരിലെ പൊതുസമൂഹം BJP മാത്രമല്ല CPMലെ അനുഭാവികൾ ഉൾപ്പെടെ MLA കെട്ടിയിടണമെന്നാണ്. പ്രതിഷേധ യോഗത്തിൽ BJP മണ്ഡലം സെക്രട്ടറി K. പ്രസാദ് അധ്യക്ഷനായി. BJP കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് MK വിപിൻനാഥ് സ്വാഗതം പറഞ്ഞു. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ലേഖ രമേശ്, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി KT രവിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ സമരത്തിനു ശേഷം തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയനപ്രദക്ഷിണം ചെയ്തായിരുന്നു BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചത്.
പ്രവർത്തകരെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ന്യൂസ് സെന്റർ ഷൊർണൂർ. പാലക്കാട് റെയിൽവേ ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നുണ്ടെന്നും വി.കെ. ശ്രീകണ്ഠൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഏറ്റവുമധികം വരുമാനം ലഭിക്കുന്ന റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വരുമാനത്തിനനുസരിച്ച് വികസനം വേണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് വിഭജന നീക്കം നടക്കുന്നത്. റെയിൽവേ മന്ത്രി തന്നെ റെയിൽവേ മന്ത്രാലയത്തിന്റെ വിഭജനം അറിയില്ലെന്ന് പറയുമ്പോഴാണ് സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ മംഗലാപുരം ഡിവിഷൻ ഉണ്ടാക്കാനുള്ള നീക്കം തിരക്കിട്ട് നടക്കുന്നത്. ഇതിനെതിരെ KPCC പ്രമേയം പാസാക്കിയിട്ടുണ്ട്. പാലക്കാട് ഡിവിഷനെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്നും കേരളത്തിലെ ജനപ്രതിനിധികളെയും ജനങ്ങളെയും അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് റെയിൽവേ. ഇവിടെ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് നമ്പർ 1 കേരളത്തിലാണ്. അപ്പൊ ഇത്രയും റെയിൽവേയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ ഏറ്റവും ജനകീയമായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി, സാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിനുകൾ, ഇതെല്ലാം കൊണ്ടും പാലക്കാട് ഡിവിഷനെ ഒരു കാരണവശാലും വിഭജിക്കാൻ കഴിയും. അപ്പോൾ ഈ നീക്കം റെയിൽവേ ഉപേക്ഷിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് എനിക്കും അറിയിക്കാനുള്ളത്. മാത്രമല്ല, കേന്ദ്ര റെയിൽവേ ക്യാബിനറ്റ് മന്ത്രി ബാംഗ്ലൂർ മീറ്റിംഗ്, അദ്ദേഹം ഇത് അറിയില്ലെന്ന് പറയാം. റെയിൽവേ മന്ത്രാലയം അറിയില്ലെന്ന് പറയാം. സഹമന്ത്രി വേറൊരു യോഗം വിളിക്കുക, വികസനത്തിന്റെ പേരിലാണെന്ന് പറയുക. അപ്പോൾ 14 ദിവസത്തിനകം റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുക. ഒരു വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷന്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന വി.ആർ. കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിലാണ് നിയമനം. തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി ചുമതലയേറ്റതിനു ശേഷം അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സിവിൽ സ്റ്റേഷനിലെത്തിയ കളക്ടറെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ടി. മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, മറ്റ് ജീവനക്കാർ ചേർന്ന് സ്വീകരിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ പദവി അംഗീകാരമായി കാണുന്നതായി കളക്ടർ പറഞ്ഞു. ജില്ലയുടെ ആവശ്യങ്ങളും സാധ്യതകളും വിശദമായി പഠിച്ചുള്ള ഇടപെടലുകൾ നടത്തും. പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കും. തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കും. നിലവിൽ കാലവർഷത്തോടനുബന്ധിച്ചുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും അർജുൻ പാണ്ഡ്യൻ വ്യക്തമാക്കി. ആദ്യമായി തന്നെ തൃശ്ശൂർ ജില്ലാ കളക്ടറായി പ്രവർത്തിക്കാൻ ലഭിച്ച അവസരം തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. അതിന് ജോയിൻ ചെയ്യുമ്പം വളരെ സന്തോഷവും പ്രതീക്ഷയുണ്ട് ഒരുപാട്. അപ്പം ജില്ലയിലെ പ്രത്യേകിച്ച് ഇന്ന് ജോയിൻ ചെയ്തുകൊണ്ട് ജില്ലയിലെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് ഇവിടുത്തെ സാധ്യതകളും കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മുടെ നല്ലൊരു വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കാനുണ്ട്. കൂടാതെ തന്നെ ഇവിടുത്തെ സമഗ്ര വികസനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജൂലൈ 20 മുതൽ ബീഫ് വില കിലോവിന് 400 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് മീറ്റ് ആൻഡ് കാറ്റിൽ മർച്ചന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KH കമാലുദ്ദീൻ. അറവ് കന്നുകാലികളുടെ ക്ഷാമമാണ് വില വർധനവിന് ഇടയാക്കിയതെന്നും കമാലുദ്ദീൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു കേരളത്തിലേക്ക് അറവ് കന്നുകാലികൾ എത്തിക്കൊണ്ടിരുന്നത്. രാജ്യത്തിൽ നിന്നുള്ള ബീഫ് കയറ്റുമതി 1000 ടണ്ണിൽ നിന്നും 1500 ടണ്ണായി വർദ്ധിപ്പിച്ചതും കൂലി വർധനവിന് ഇടയാക്കി. ജില്ലയുടെ മറ്റിടങ്ങളിൽ നേരത്തെ തന്നെ വില വർദ്ധിപ്പിച്ചിരുന്നു. പെരുന്നാൾ കാലത്ത് വില കൂട്ടാതിരിക്കാനാണ് ശ്രമിച്ചത്. പോത്തിറച്ചി മാത്രം വേണ്ടവർക്ക് 400 രൂപയിലധികം കൊടുക്കേണ്ടി വരും. ഡിസംബറോടെ വീണ്ടും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കമാലുദ്ദീൻ പറഞ്ഞു. സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ ചുരുങ്ങിയ കന്നുകാലികളാണ് കേരളത്തിൽ എത്തുന്നത്. ഉദാഹരണത്തിന് 1000 ടണ്ണാണ് നേരത്തെ കയറ്റുമതി ഉണ്ടായിരുന്നത്. അതിപ്പോൾ 1400 ടണ്ണായി വർദ്ധിപ്പിച്ചപ്പോൾ 7 സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കാളകളും മറ്റ് എരുമകളും ഇപ്പോൾ വളരെ തുച്ഛമായ കന്നുകാലികളാണ് തമിഴ്നാട് തന്നെ വന്നു ചേരുന്നത്. അപ്പോൾ ആ തമിഴ്നാട് വന്ന് ചേരുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 450 രൂപയാണ് കോട്ടയം, കൊല്ലം, തൃശ്ശൂർ 420 430 ആണ്, കൃത്യമായിട്ട് അറിയില്ല. ഇവർ വന്ന് ചന്തയിൽ നിന്ന് മേടിക്കുന്ന അതേ ചന്തയിൽ ഒരു പക്ഷേ തോളോട് തോൾ ചേർന്ന് നിന്നിട്ടാണ് ഈ കച്ചവടം മേടിക്കുക.
ഞങ്ങൾ ചോദിക്കുന്നതിലേക്കും വെച്ച് 10,000-2,000 ചേർത്തിട്ട് അവർ മേടിച്ചിട്ട് പോകും. നമുക്ക് കന്ന് കിട്ടില്ല. അങ്ങനെ കന്ന് കിട്ടാൻ സാഹചര്യമില്ല. ഉയർന്ന വില നൽകിയാലേ നമുക്ക് കന്നുകാലികളെ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ വേറെ വഴിയില്ല പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ ചേർക്കുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി എച്ച് ഷാഹുൽ ഹമീദ്, വർക്കിംഗ് പ്രസിഡന്റ് എ ഉബൈദ്, എ ഗുലാം റസൂൽ, ജലീൽ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ടൗണിലെ അനധികൃത പാർക്കിങ്ങുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനം. ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ഗതാഗതത്തിന് തടസ്സമായ റോഡിലെ കുഴികൾ ഉടൻ തന്നെ അടയ്ക്കുന്നതിന് നഗരസഭാ അധികൃതർ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. പട്ടാമ്പിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയിൽ യോഗം വിളിച്ചു ചേർത്തത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി ടൗണിലെ അനധികൃത പാർക്കിങ്ങുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ഗവൺമെന്റ് ആശുപത്രി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ ധാരണയായി. ഗതാഗതത്തിന് തടസ്സമായ റോഡിലെ കുഴികൾ ഉടൻ തന്നെ അടയ്ക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നഗരസഭാ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് പട്ടാമ്പി ചെറുപ്പളശ്ശേരി റോഡ്, പട്ടാമ്പി പള്ളിപ്പുറം റോഡ് എന്നിവിടങ്ങളിലേക്ക് മാറ്റുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ചെയർപേഴ്സണു പുറമെ വൈസ് ചെയർമാൻ ടി പി ഷാജി, സ്ഥിരം സമിതി അധ്യക്ഷരായ പി വിജയകുമാർ, പി കെ കവിത, എൻ രാജൻ, വിവിധ കൗൺസിലർമാർ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, ബസ് ഉടമ സംഘടനാ പ്രതിനിധികൾ, ബസ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ബിൽഡിംഗ് ഓണേഴ്സ്, ഓട്ടോ ടാക്സി സംഘടനാ പ്രതിനിധികൾ, മോട്ടോർ വാഹന വകുപ്പ് പ്രതിനിധികൾ, പോലീസ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂരിൽ കോൺഗ്രസിനകത്തുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്ന് തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന VK ശ്രീകണ്ഠൻ MP. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയിലും UDF വിജയിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പാലക്കാട്ട് പറഞ്ഞു. തൃശൂരിലുണ്ടായിരുന്നത് നിസ്സാര സംഭവങ്ങളാണ്. ചില ബാങ്കുകളിലും പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു. K. കരുണാകരൻ ഉമ്മൻചാണ്ടി അനുസ്മരണങ്ങൾ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഭംഗിയായി ആചരിച്ചു. നേതാക്കൾക്കിടയിലെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. ചില പഞ്ചായത്തുകളിൽ ഭരണമാറ്റം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചു. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം കേരളത്തിലെ മറ്റെല്ലാ DCCയേക്കാളും ഗംഭീരമായി തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. എല്ലാവരും പങ്കെടുത്തു. മുഴുവൻ നേതാക്കന്മാർക്ക് ഒറ്റക്കെട്ടാണ്. പറ്റിയ തെറ്റ് കുറവ് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്നുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ തൃശൂരിലെ പാർട്ടി സജ്ജമാണ്. കരുത്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ ചേലക്കര തിരിച്ചുപിടിക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് കിട്ടിയതിനേക്കാൾ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കും. തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ ചൊല്ലിയുള്ള തർക്കമാണ് BJPയിൽ നടക്കുന്നത്. BJPയിലെ തർക്കവും രൂക്ഷമായി തെരുവിലെത്തും. CPMന്റെ സ്ഥിതി അതിദയനീയമായി പര്യവസാനിക്കും. എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാളും, അതായത് CPMനേക്കാളും 18,000 വോട്ട് ഭൂരിപക്ഷം എനിക്ക് പാലക്കാട് അസംബ്ലിയിൽ കിട്ടിയിട്ടുണ്ട്. ലോക്സഭയിൽ അതിനേക്കാൾ ദയനീയമായിരിക്കും CPMന്റെ അവസ്ഥ. എന്റെ എതിർ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത് പാലക്കാട്ടെ ഈ പാർട്ടി പൂതലച്ചു പോയി എന്ന് പറയാൻ എന്താ അർത്ഥം എനിക്കറിയാം. ആ അവസ്ഥ നോക്കുമ്പോൾ മിക്കവാറും ജയസാധ്യത ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഉറപ്പായിട്ടും ജയിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ ശക്തമായ മത്സരത്തിലൂടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രാഥമികമായ നിഗമനം. അതിനുള്ള ഒരുക്കവും AICC സെക്രട്ടറി ശ്രീ PV മോഹന്റെ നേതൃത്വത്തിൽ അവിടെ യോഗം കൂടി PLA-മാര്, ബൂത്ത് പ്രസിഡന്റുമാർക്കൊക്കെ വോട്ട് ചേർക്കാൻ തുടങ്ങി. മറ്റു കാര്യങ്ങൾക്കെല്ലാം സംഘടനാപരമായിട്ടുള്ള ക്ലാസും ക്യാമ്പും ഒക്കെ സംഘടിപ്പിച്ച് ദ്രുതഗതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. അന്തർധാര CPMും BJPയും തമ്മിലാണ്. കോൺഗ്രസ് പാരമ്പര്യമുള്ള ആർക്കും സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹിക്കാം. എന്നാൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നത് എല്ലാ ഘടകവും പരിശോധിച്ച് ഹൈക്കമാൻഡാണെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ജൂലൈ 21 വടക്കഞ്ചേരിയിൽ സർവമത സമ്മേളന ശതാബ്ദി നടത്തുമെന്ന് പൂക്കാസ സംസ്ഥാന ട്രഷറർ TR അജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നവോത്ഥാന സങ്കല്പത്തിലേക്ക് ഉയർന്നുവന്ന കേരളം പോലും ഇന്ന് ജാതിമത ചിന്തകൾക്ക് വഴിമാറുകയാണ്. ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് ലോക പ്രശംസ നേടിയ വിവേകാനന്ദന്റെ ദർശനങ്ങൾ പോലും മറന്നു കഴിഞ്ഞു. ജാതിമത വൈര്യങ്ങൾ ഇല്ലാതാക്കാനായി സാമൂഹിക പരിഷ്കരണം നടത്തിയ ശ്രീനാരായണ ഗുരുവിനെയും വിസ്മരിച്ചു. മതമല്ല മനുഷ്യനാണ് വലുതെന്ന സന്ദേശമുയർത്തിയാണ് സർവമത സമ്മേളനം നടക്കുന്നത്.
ഗുരുവിന്റെ ഹിന്ദുത്വ ദർശനം, കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന വിഷയങ്ങളിൽ സെമിനാറും സംവാദവും നടക്കുന്നതിൽ കേരളത്തിലെ പ്രശസ്ത എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുമെന്നും ടി.ആർ. അജയൻ പറഞ്ഞു. മാനവികത ഇല്ലാതാവുകയും മനുഷ്യനേക്കാൾ ജാതി മതഭേദങ്ങളാണ് വലുത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായി നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത വർത്തമാന കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സർവോദയ സമ്മേളനത്തിന്റെ സാരങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് പുരോഗമന ശാസ്ത്രജ്ഞർ കരുതുന്നു. അതിനെ തുടർന്നാണ് ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ശാന്തൻ മാസ്റ്റർ, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് CP പ്രമോദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്ന ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു. പുലർച്ചെ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രം തന്ത്രിമാർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗജപൂജയ്ക്ക് ശേഷം ആനയൂട്ട് ആരംഭിച്ചു. 3 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. മുഹമ്മദ് മുഹ്സിൻ MLA ആദ്യ ഉരുള നൽകി. നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ CT ബിജു, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചരിത്ര പ്രാധാന്യമുള്ള തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം ദുരവസ്ഥയിൽ. നഗരമധ്യത്തിലുള്ള സ്റ്റേഡിയത്തിന്റെ മരണമണി മുഴങ്ങാറായിട്ടും അധികൃതർ കണ്ടഭാവം നടിക്കുന്നില്ല. സ്റ്റേഡിയത്തിന്റെ നിലവിലെ സ്ഥിതി കായിക താരങ്ങൾക്കും പരിശീലകർക്കും സ്പോർട്സ് പ്രേമികൾക്കും വേദനയാണ്. മഴക്കാലമായതോടെ ചളിക്കുളമായ ട്രാക്ക്, ചുറ്റും വളർന്നു നിൽക്കുന്ന പുല്ലുകൾ, നശിച്ചുകൊണ്ടിരിക്കുന്ന ടർഫ്, ഇതൊക്കെയാണ് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. 2015 കേരളത്തിൽ നടന്ന 35ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗമായാണ് സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ടർഫ് നിർമ്മിച്ചത്. 5 വർഷത്തെ ഗ്യാരണ്ടി. പറഞ്ഞ കാലത്തേക്കാൾ കൂടുതൽ അതിജീവിച്ചു. ഇക്കാണുന്ന ടർഫിൽ ഇന്ന് കളിച്ച് പരിക്കേൽക്കാതിരുന്നാൽ തന്നെ ഭാഗ്യം. കൃത്യസമയത്ത് അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ട്രാക്കിന് ഒപ്പം ടർഫിൻ്റെയും നാശത്തിന് കാരണമായത്. ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വേലി തുരുമ്പെടുത്ത് ദ്രവിച്ചു. ആർക്കും ഗ്രൗണ്ടിലേക്ക് കയറാമെന്ന സ്ഥിതിയാണിപ്പോൾ. കാണികളിരിക്കുന്ന ഗാലറിയുടെ അവസ്ഥയാണെങ്കിൽ അതിലും മോശം. പെയിൻ്റ് അടിച്ചിട്ട് പോലും വർഷങ്ങളായി. ടർഫ് ഉൾപ്പെടെ നിലനിൽക്കണമെങ്കിൽ ശരിയായ പരിപാലനം അനിവാര്യമാണ്. സ്റ്റേഡിയത്തിൻ്റെ നിയന്ത്രണമുള്ള കോർപ്പറേഷന് തന്നെയാണ് പരിപാലനത്തിൻ്റെയും ചുമതല. കളിക്കുന്ന ക്ലബ്ബുകൾ, ടീമുകൾ എന്നിവരിൽ നിന്ന് കോർപ്പറേഷന് വാടക ലഭിക്കുന്നുണ്ടെങ്കിലും വരുമാനം സ്റ്റേഡിയത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലെന്നാണ് പരാതി. ടർഫിൽ തുടർന്നും കളിക്കുന്നത് താരങ്ങളുടെ ഭാവി പ്രതിസന്ധിയിലാക്കുമെന്ന് പരിശീലകരും പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി എങ്കക്കാട് വീട് തകർന്നു. എങ്കക്കാട് സ്വദേശി പാറുവിന്റെ വീടാണ് തകർന്നത്. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വീട് വീഴുന്ന സമയത്ത് 85-കാരിയായ പാറുവും മകൻ ബാലനുമാണ് അകത്തുണ്ടായിരുന്നത്. പാറു വീടിനകത്ത് കിടക്കുകയായിരുന്നു. ഓടിട്ട വീടിൻ്റെ ചുമരുകൾ ഇടിഞ്ഞ് മേൽക്കൂര തകരുന്നതിനിടെ ബാലൻ പാറുവിനെ എടുത്ത് പുറത്തെത്തിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. എങ്കക്കാട് വില്ലേജ് ഓഫീസർ, വാർഡ് കൗൺസിലർ ഷീല മുരളി, മറ്റ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി. വീട് വീണതോടെ താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്ന് ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയപാതയിലെ തൃശൂർ ആമ്പല്ലൂർ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാലക്കാട് ആലത്തൂർ സ്വദേശി 25 വയസ്സുള്ള നൌഫലാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തു നിന്ന് വന്ന ലോറി ആമ്പല്ലൂർ സെൻട്രലിൽ നിന്ന് കല്ലൂർ റോഡിലേക്ക് തിരിയുന്നതിനിടെ തൃശൂർ ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എറണാകുളത്തെ കൊറിയർ സർവീസിലെ ജീവനക്കാരനാണ് നൌഫൽ. വീട്ടിൽ നിന്ന് ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഞാങ്ങാട്രി ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ ക്ഷേത്ര ദർശനത്തിനായി എത്തിയിരുന്നു. 6 ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കർക്കിടകത്തിലെ ആദ്യത്തെ മുപ്പൊട്ട് വെള്ളിയാഴ്ചയായിരുന്നു ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടന്നത്. പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരിയുടെയും
ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തുടക്കമായി. തുടർന്ന് ഗജപൂജ, ഉഷപൂജ, ആനയൂട്ട് എന്നിവയും നടന്നു. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ CT ബിജു ആനയൂട്ട് നിർവഹിച്ചു. തുടർന്ന് വഴിപാട് നടത്തിയ ഭക്തരും ആനയൂട്ട് നടത്തി. ആറ് ഗജവീരന്മാർ ആനയൂട്ടിൽ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. തുടർന്ന് ഭക്തർക്ക് അന്നദാനവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ക്ഷേമരാഷ്ട്രമെന്ന സങ്കല്പം പോലും കേന്ദ്ര സർക്കാർ മായ്ച്ചു കളയുകയാണെന്ന് കെ പ്രേംകുമാർ MLA. പാലക്കാട്ട് ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരളയുടെ അവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ പ്രേംകുമാർ. 30 വർഷം മുമ്പുള്ള ആനുകൂല്യം നൽകുന്ന സർക്കാർ ഇപ്പോഴത്തെ ജീവിത ചെലവ് കാണുന്നില്ല. 5 വർഷത്തിലൊരിക്കൽ പെൻഷൻ പരിഷ്കരിക്കണമെന്നതിൽ നിന്ന് ബാങ്കിംഗ് മേഖലയെ അകറ്റി നിർത്തുന്നത് അപരിഷ്കൃതമാണെന്നും MLA ചൂണ്ടിക്കാട്ടി. പെൻഷൻ സംവിധാനം കാലോചിതമായി പരിഷ്കരിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അവകാശ ദിനാചരണം. അവസരങ്ങളെ ശക്തിപ്പെടുത്താനുള്ള നീക്കമല്ലേ നടത്തേണ്ടത്? ഇവിടെ ഇപ്പോൾ റിട്ടയറീസ് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞാൽ റിട്ടയറീസ് ഉണ്ടാവില്ല. എന്താ കാരണം? ഡെയിലി വേജിന് ആളെ വയ്ക്കുക. ഡെയിലി വേജിൽ ആളെ വെച്ചാൽ പിന്നെ എന്ത് റിട്ടയർമെന്റ് ആണുള്ളത്? നിങ്ങൾക്കെല്ലാം ചെറുതെങ്കിലും മാന്യമായ ഒരു റിട്ടയർമെന്റ് കിട്ടി. ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ ദൈനംദിനമായ ജോലിക്ക് വരുന്ന ആളുകളുടെ എണ്ണം എത്രയാ? നമ്മുടെ നാട്ടിൽ അർഹതപ്പെട്ടവർ, യോഗ്യതയുള്ളവർ, ആ ജോലിയിൽ സ്ഥിരമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവർ, ശേഷിയുള്ളവർ ഇല്ലാഞ്ഞിട്ടാണോ? SBI പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി രാധാകൃഷ്ണൻ പുല്ലഞ്ചേരി, VS കൃഷ്ണൻ, കൺവീനർ S ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി KP മോഹൻദാസ്, V ശ്രീരാം, ബൈജു ജയപ്രകാശൻ, സജി O വർഗീസ്, M സതീശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത മഴയിൽ പിരായിരി പഞ്ചായത്തിലെ പൊതുകുളത്തിന്റെ ഭിത്തി ഇടിഞ്ഞു തകർന്നു. പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കല്ലേക്കാട് തിരണക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നത്. കുളത്തിന്റെ തകർച്ച റോഡിന്റെ നിലനിൽപ്പിനെയും ബാധിച്ചിട്ടുണ്ട്. വളത്തൂർ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി സർവ്വമത പ്രാർത്ഥനകളും നടന്നു. അണയാത്ത സൂര്യൻ എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന 10 ദിന കർമ്മ പരിപാടികൾക്കും തുടക്കം കുറിച്ചു. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴി നാരായണൻ നമ്പൂതിരി, ചെറുതുരുത്തി സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ജാഫർ അമീൻ സഖാഫി, മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഫാദർ ചാക്കോ ചെറമേൽ എന്നിവർ സർവമത പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. നാം ചിന്തിക്കേണ്ട, പലപ്പോഴും ചിന്തിക്കാൻ മറന്നുപോകുന്ന വലിയ ഒരു സംഗതി, നമ്മിൽപ്പെട്ട പലരും വലിയവരായിരിക്കും. അവരുടെ ജീവിതകാലത്ത് അവരുടെ വലുപ്പം നമുക്കറിയില്ല. അതേസമയത്ത് പലരും മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ സേവനത്തിൻ്റെ, അവരുടെ പ്രവർത്തനത്തിൻ്റെ, അവരുടെ പെരുമാറ്റങ്ങളുടെയൊക്കെ മഹിതമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കാനും അദ്ദേഹത്തെ വാഴ്ത്താനും ഒക്കെ ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് നമ്മൾ പറയാം, അദ്ദേഹത്തിന് ഇത്ര വലിയ സ്ഥാനം ഉണ്ടായിരുന്നു, ഇത്ര വലിയ ഔന്നിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും പലരുടെ വിഷയത്തിലും നാം ചിന്തിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷനായി. സുരേഷ് ശങ്കർ, DCC ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ, മണ്ഡലം പ്രസിഡന്റുമാരായ PT ജെയ്സൺ, മുഹമ്മദ് ഇക്ബാൽ, മുസ്തഫ വരവൂർ, കോൺഗ്രസ് നേതാക്കളായ രാജൻ വെട്ടത്ത്, MB ഗിരിജാവല്ലഭൻ, CP ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിൽ DYFI U വിനോദ് കുമാറിനെ അനുസ്മരിച്ചു. അനുസ്മരണ യോഗം സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. DYFI ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് U വിനോദ് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചത്. DYFI ഷൊർണൂർ വില്ലേജ് ജോയിന്റ് സെക്രട്ടറിയും SFI ഏരിയ സെക്രട്ടറിയുമായിരുന്നു U വിനോദ് കുമാർ. അനുസ്മരണ യോഗം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. എഴുതി വച്ചിരിക്കുന്നു, പക്ഷേ ഒരു മാധ്യമങ്ങളിലും ഇന്ന് രാത്രി അത് ചർച്ചയ്ക്കുണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം SFIയെ കുറിച്ച് നല്ലത് പറയാൻ, അല്ലെങ്കിൽ SFIയുടെ മുകളിൽ അരുതാത്തത് അടിച്ചേൽപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾക്കുള്ള താല്പര്യം SFIക്കുള്ള നന്മ പറയാൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, SFI നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളിൽ ഏറെക്കുറെ കുട്ടികളും നീറ്റ് എഴുതിയവരായിരിക്കും, അല്ലെ? നീറ്റ് എഴുതിയവരുണ്ടോ?
അനുമോദനം വാങ്ങാൻ വന്നതിൽ നീട്ട് എഴുതിയവരുണ്ടോ? നെറ്റ് എഴുതിയവരുണ്ടോ? നെറ്റ് എഴുതിയവരില്ല. ഡിഗ്രി PG കഴിഞ്ഞ് നെറ്റ് എഴുതിയവരും നീട്ട് എഴുതിയവരും ഒക്കെ ഉണ്ടാകും. ഈ നെറ്റ് പരീക്ഷ നമ്മുടെ രാജ്യത്ത് മുമ്പെങ്ങുമില്ലാത്ത തരത്തിലേക്ക് നെറ്റും നീറ്റും പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലേക്ക് വരിക. CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. MP ശോഭ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ്, DYFI ബ്ലോക്ക് പ്രസിഡന്റ് K രാഹുൽദാസ്, സെക്രട്ടറി C രാകേഷ്, ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് KU വിവേക്, സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, SFI ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി TM ദുർഗാദാസ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായി നിർധനരായ മദ്രസ അധ്യാപകർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടുകൾ നിർമ്മിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ പദ്ധതികളിൽ ഒന്നാണ് ദാറുൽ മുഅല്ലിം. ആ പദ്ധതിയുടെ ഭാഗമായാണ് നിർധനരായ മദ്രസ അധ്യാപകർക്ക് 100 വീടുകളോളം നിർമ്മിച്ചു നൽകുക എന്നത്. പദ്ധതിയുടെ തൃശൂർ ജില്ലയിലുള്ള വീടിന്റെ കട്ടിലവെക്കൽ കർമ്മം സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അലി ബാഫഗി തങ്ങൾ നിർവഹിച്ചു. ചെറുതുരുത്തി താഴപ്ര സ്വദേശി അലി സഖാഫി, ഓട്ടുപാറ സ്വദേശി സുധീർ സഖാഫി എന്നിവർക്കാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. പരിപാടിയിൽ സമസ്ത തൃശൂർ ജില്ലാ അധ്യക്ഷൻ താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ അധ്യക്ഷനായി. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി സാദി, ജനറൽ സെക്രട്ടറി SMK തങ്ങൾ അൽ മുഗൈബിലി ദേശമംഗലം, സെയ്ദലവി സഖാഫി പിലാപ്പുള്ളി, സമസ്ത തൃശൂർ ജില്ലാ സെക്രട്ടറി മുസ്തഫ കാമിൽ സഖാഫി, കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ സെക്രട്ടറി MS മുഹമ്മദ് ഹാജി, SMA ജില്ലാ സെക്രട്ടറി മരിക്കാർ മുസ്ലിയാർ, KR മുഹമ്മദ് അൻവരി, താഴപ്ര മൂസ ഹാജി, വെട്ടിക്കാട്ടിരി റെയിൻ പ്രസിഡന്റ് അബ്ദുൽ ഖാദിർ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 100 വീടുകളിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള 2 വീടുകളിൽ രണ്ടാമത്തെ വീടിൻ്റെ കെട്ടിലവെക്കൽ കർമ്മമാണ് സയ്യിദ് തറവാട്ടിലെ കാരണവരും ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ അവറുകൾ അൽഹംദുലില്ലാഹ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. അല്ലാഹു തആല തങ്ങളവരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ വീട് ഹൈറായ രൂപത്തിൽ പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് എടത്തറ 5ാം മൈൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കല്ലേക്കാട് മാതൃസ്നേഹ സദനത്തിലെ അന്തേവാസികൾക്ക് സ്നേഹവിരുന്നൊരുക്കി. സ്നേഹവിരുന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് EK ജസീൽ, C വിനയൻ മാസ്റ്റർ, H അബ്ദുള്ള, അച്യുതൻകുട്ടി, K മണികണ്ഠൻ, ലിബിൻ വലിയപറമ്പിൽ, സുബൈർ കല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിലെ കിഴക്കഞ്ചേരി കാവിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കിണർ തകർന്നു. പറളി കരിങ്കൽ കൃഷ്ണവിഹാറിൽ ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിന് സമീപത്തെ കിണറാണ് തകർന്നത്. പറളി പാന്തമ്പാടം കല്ലിങ്കൽ കൃഷ്ണവിഹാറിൽ ഉണ്ണികൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള കിഴക്കഞ്ചേരിക്കാവിലെ ഹോട്ടലിനോടനുബന്ധിച്ചുള്ള കിണറാണ് തകർന്നത്. ഹോട്ടൽ കെട്ടിടത്തിന്റെ 50 മീറ്റർ മാത്രം അകലെയുള്ള 40 അടി താഴ്ചയുള്ള കിണറാണ് വൻ ശബ്ദത്തിൽ ഇടിഞ്ഞു താഴ്ന്നത്. കിണർ തകർന്നതിലൂടെ 2 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചതായി ഉടമ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃത്താല മണ്ഡലത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റാനും പാതയിലെ കുഴികൾ അടയ്ക്കാനും മന്ത്രി MP രാജേഷ് വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ എവിടെയും ആശങ്ക ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ഭാരതപ്പുഴയിലെ ജലനിരപ്പ് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ആവശ്യമാണെന്നും മന്ത്രി MP രാജേഷ്. പട്ടാമ്പി ടൗണിലെ അനധികൃത പാർക്കിങ്ങുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ നഗരസഭ അധികൃതർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. ഗതാഗതത്തിന് തടസ്സമായ പാതയിലെ കുഴികൾ ഉടൻ തന്നെ അടയ്ക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നഗരസഭാ അധികൃതരുടെ നിർദ്ദേശം. കുന്നംകുളം പാറയംപാടത്ത് ടോറസ് കയറി ഇറങ്ങി ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് കുന്നംകുളം കൊങ്ങണൂർ സ്വദേശി 38 വയസ്സുള്ള ഷഫീഖ്.
അപകടം നടന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ. അപകടത്തിനുശേഷം നിർത്താതെ പോയ ടോറസ് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാതയിലെ തൃശൂർ ആമ്പല്ലൂർ ജംഗ്ഷനിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു. മരിച്ചത് പാലക്കാട് ആലത്തൂർ സ്വദേശി 25 വയസ്സുള്ള നൌഫൽ. കേരളത്തിലെ NDA മുന്നേറ്റം വിലയിരുത്തി തൃശൂരിൽ NDA നേതൃയോഗം. കേരളത്തിൽ LDFും UDFിനെയും പോലെ NDAയും മറ്റൊരു മുന്നണിയായി മാറിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഉപതെരഞ്ഞെടുപ്പുകൾക്കായുള്ള മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്തതായും ഉപതെരഞ്ഞെടുപ്പിന് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചതായും കെ സുരേന്ദ്രൻ. ഷൊർണൂർ നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് തകർച്ച നേരിടുന്ന പാതയിലൂടെ ശയനപ്രദക്ഷിണവുമായി BJP പ്രവർത്തകർ. പ്രതിഷേധം സംഘടിപ്പിച്ചത് BJP ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. റോഡുകളുടെ ദുരവസ്ഥ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ MLAയെ റോഡിൽ തടഞ്ഞു നിർത്തി കെട്ടിയിടേണ്ട സ്ഥിതിവിശേഷമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ. പാലക്കാട് റെയിൽവേ ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിനെതിരെ കേരളത്തിലെ ജനങ്ങളെയും ജനപ്രതിനിധികളെയും അണിനിരത്തി പ്രതിഷേധിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. വിഭജനം കേന്ദ്രമന്ത്രി അറിഞ്ഞില്ലെന്ന് പറയുമ്പോഴും സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ മംഗലാപുരം ഡിവിഷനായുള്ള നീക്കം നടക്കുന്നതായും VK ശ്രീകണ്ഠൻ. വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയിലും കോൺഗ്രസ് മികച്ച വിജയം നേടുമെന്നും VK ശ്രീകണ്ഠൻ MP പാലക്കാട്ട് പറഞ്ഞു. തൃശൂർ ജില്ലാ കളക്ടറായി അർജുൻ പാണ്ഡ്യൻ ചുമതലയേറ്റു. നിയമനം തൃശൂർ ജില്ലാ കളക്ടറായിരുന്ന VR കൃഷ്ണതേജ ഇന്റർസ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോയ ഒഴിവിൽ പൊതുജനങ്ങൾക്ക് സുതാര്യമായും സമയബന്ധിതമായും സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും തൃശൂർ പൂരം മികച്ച രീതിയിൽ ഏകോപിപ്പിക്കുമെന്നും അർജുൻ പാണ്ഡ്യൻ IAS. ബീഫിനി കഴുത്തറപ്പൻ വില. ബീഫ് വില കുത്തനെ കൂടും. ജൂലൈ 20 മുതൽ വില വർധന നടപ്പിലാക്കാൻ ബീറ്റ് ആൻഡ് കാറ്റിൽ മർച്ചന്റ്സ് അസോസിയേഷൻ തീരുമാനം. 60 കന്നുകാലികളുടെ ക്ഷാമമാണ് വില വർധനവിന് ഇടയാക്കിയതെന്ന് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KH കമാലുദ്ദീൻ. ജൂലൈ 20 മുതൽ പോത്തിറച്ചി മാത്രം വേണ്ടവർക്ക് 400 രൂപയിലധികം കൊടുക്കേണ്ടി വരും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.